അമേരിക്കയിൽ സേവ് അമേരിക്ക ആക്ട് എന്ന പേരിൽ പുതിയ ഒരു വോട്ടർ ഐ ഡി നിയമം കൊണ്ടുവരാനായി കോൺഗ്രസിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തമായ പിന്തുണയുള്ള ഈ ബില്ല് നേരത്തെ പ്രതിനിധി സഭയിൽ പാസ്സായെങ്കിലും സെനറ്റിൽ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. സെനറ്റിലെ ഡെമോക്രാറ്റുകൾ ബില്ലിനെ എതിർക്കുന്ന സാഹചര്യത്തിൽ പഴയ ഫിലിബസ്റ്റർ നിയമങ്ങൾ പുനരുജ്ജീവിപ്പിക്കണമെന്നോ ബില്ലിന് അനുകൂലമായ വഴിയൊരുക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ ബില്ല് പാസ്സാകുന്നതുവരെ മറ്റൊരു ബില്ലിലും ഇനി ഒപ്പിടില്ലെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണ്. എന്താണ് സേവ് അമേരിക്ക ആക്ട് എന്ന് നോക്കാം. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് സേവ് അമേരിക്ക ആക്ട്. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖകളും പൗരത്വ തെളിവുകളും നിർബന്ധമാക്കുക എന്നതാണ് സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി അഥവാ സേവ് ആക്ട് എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഈ നിയമത്തിന് പിന്നിലെ ലക്ഷ്യം. നിലവിൽ അമേരിക്കയിൽ പൗരന്മാരല്ലാത്തവർ വോട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖകൾ പലപ്പോഴും പരിശോധിക്കാറില്ല. ഈ പഴുതുകൾ അടയ്ക്കുന്നതിനായി വോട്ടർമാർ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ തപാൽ വോട്ടുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനും വോട്ടർ രജിസ്ട്രേഷൻ സംവിധാനങ്ങളിൽ മേൽനോട്ടം ശക്തിപ്പെടുത്താനും ബില്ല് ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ അവരുടെ വോട്ടർ പട്ടികകൾ പൗരത്വ പരിശോധനയ്ക്കായി ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് കൈമാറണം. വോട്ടർ പട്ടിക ലഭ്യമാക്കുന്നതിനായി പല സംസ്ഥാനങ്ങളിലും നീതിന്യായ വകുപ്പ് ഇതിനകം അപേക്ഷകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക രേഖകളില്ലാത്ത ആരെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാനും സ്വകാര്യ വ്യക്തികൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് തങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നതെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി വാദിക്കുന്നു. പൗരത്വമില്ലാത്ത വിദേശികൾ വോട്ട് ചെയ്യുന്നത് തടയാനും അമേരിക്കൻ വോട്ടർമാരുടെ വോട്ടിന്റെ മൂല്യം സംരക്ഷിക്കാനും ഇത്തരം കർശനമായ നിയമങ്ങൾ അനിവാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതേസമയം ഈ നിയമം സാധാരണക്കാരായ വോട്ടർമാരുടെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ബില്ലിനെ ശക്തമായി എതിർക്കുന്നത്. പൗരത്വ രേഖകൾ ഹാജരാക്കുന്നത് ബുദ്ധിമുട്ടുള്ള പ്രായമായവർക്കും പാവപ്പെട്ടവർക്കും ഈ നിയമം തിരിച്ചടിയാകുമെന്ന് അവർ ഭയപ്പെടുന്നു. യഥാർത്ഥ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു തന്ത്രമാണിതെന്ന് ആരോപിക്കുന്ന ഡെമോക്രാറ്റുകൾ നിലവിൽ തന്നെ വിദേശികൾ വോട്ട് ചെയ്യുന്നത് തടയാൻ നിയമങ്ങളുണ്ടെന്നും ഇത് പുതിയ നിയമത്തിന്റെ ആവശ്യമില്ലെന്നും വാദിക്കുന്നു. ഫെബ്രുവരിയിൽ നടന്ന വോട്ടെടുപ്പിൽ 213-നെതിരെ 218 വോട്ടുകൾക്കാണ് റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രതിനിധി സഭ ബില്ല് പാസാക്കിയത്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഒരാൾ മാത്രമാണ് ബില്ലിനെ പിന്തുണച്ചത്. എന്നാൽ സെനറ്റിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സെനറ്റിൽ ബില്ല് പാസ്സാകണമെങ്കിൽ 60 വോട്ടുകൾ ആവശ്യമാണ്. നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ 60-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. സെനറ്റിലെ വോട്ടെടുപ്പ് രീതികളിൽ മാറ്റം വരുത്തി ബില്ല് വേഗത്തിൽ പാസ്സാക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. മിക്ക നിയമങ്ങളും പാസ്സാക്കാൻ സെനറ്റിൽ 60 വോട്ടുകൾ വേണമെന്ന ഫിലിബസ്റ്റർ നിയമം ഒഴിവാക്കാനാണ് ട്രംപിന്റെ സമ്മർദ്ദം. എന്നാൽ സെനറ്റ് മജോറിറ്റി നേതാവായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ജോൺ തൂൺ ഇതിനെ എതിർക്കുന്നു. നിയമത്തിൽ മാറ്റം വരുത്താൻ സ്വന്തം പാർട്ടിയിൽ പോലും വേണ്ടത്ര പിന്തുണയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടി ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ്. ട്രംപ് മറ്റു ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന് പറയുകയാണെങ്കിൽ സെനറ്റിൽ പൂർണ്ണമായ സ്തംഭനാവസ്ഥ ഉണ്ടാകട്ടെ എന്ന് സെനറ്റ് മൈനോറിറ്റി ലീഡറായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചക് ഷൂമർ പറഞ്ഞു. ഒരു സാഹചര്യത്തിലും സേവ് ആക്ട് പാസ്സാക്കാൻ ഡെമോക്രാറ്റുകൾ സഹായിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.